എല്ലാ കൂട്ടുകാർക്കും ഇടുക്കിയിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്യുന്നത് ഒരു ചിക്കൻ ടിക്ക മസാലയാണ്. ഇതിനായിട്ട് നമ്മളൊരു 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. മുട്ടയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായി യോജിപ്പിച്ച് കൊടുക്കാം. പിന്നെ തയ്യാറാക്കി വെച്ച മുട്ട നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു ബേക്കിംഗ് ട്രേയിൽ ഒഴിച്ചിട്ടാണ് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുന്നത്. ടിക്ക മസാല ഉണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും എഗ്ഗ് ഇതുപോലെ സ്ലോ മെത്തേഡിൽ നമ്മൾ വേവിച്ചെടുക്കണം. 10 മിനിറ്റ് നേരം നമുക്കിങ്ങനെ വേവിച്ചെടുക്കണം. എന്നിട്ട് ടൂത്ത് പിക്ക് വെച്ചിട്ട് നമുക്ക് നമ്മുടെ മുട്ട നന്നായി വെന്ത് പോയോ എന്ന് നോക്കാം. ഇങ്ങനെ വേവിച്ചെടുത്ത മുട്ട നമുക്ക് ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്ത് വെക്കണം. പനീർ പീസുകളുടെയൊക്കെ വലിപ്പത്തിൽ ചെറിയൊരു പീസുകളാക്കി കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനുള്ള മസാല തയ്യാറാക്കാം. മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ, തൈര്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ പീസുകൾ അതിലിട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരു ക്യാപ്സിക്കവും ചെറിയ പീസുകളാക്കി അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് അതിലേക്ക് ഈ മുട്ടയും ക്യാപ്സിക്കവും എല്ലാം ചെറുതാക്കിയിട്ടൊന്ന് നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ടിട്ട് മറ്റേ ഭാഗം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ക്യാപ്സിക്കം ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. നമുക്ക് കറിക്കുള്ള ഗ്രേവി തയ്യാറാക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു 3 സവോള ചെറിയ പീസുകളാക്കി അരിഞ്ഞ് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 5-6 വെളുത്തുള്ളി, ഒരു 2 തക്കാളി അരിഞ്ഞ് മാറ്റി വയ്ക്കാം. ഒരു പാനിൽ 2 ടീസ്പൂൺ ബട്ടർ എടുക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റി കൊടുക്കാം. സവോള നന്നായി വഴന്ന് കളറൊക്കെ മാറി വരുമ്പോൾ നമുക്കതിലേക്ക് തക്കാളി കൂടി ചേർത്ത് യോജിപ്പിച്ച് കൊടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇങ്ങനെ നമ്മുടെ സവോളയും തക്കാളിയും എല്ലാം നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമുക്കതൊന്ന് ചൂടാറാൻ വയ്ക്കാം. അതിനുശേഷം മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി ഒരു കടായി വെച്ച് അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. അതിൽ 1/2 ടീസ്പൂൺ നല്ല ജീരകവും, ഒരു ബേ ലീവ്സും, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ മസാല നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള തക്കാളിയും സവോളയും കൂടിയിട്ടുള്ള മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ മിക്സിയിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമ്മുടെ മസാല ഒന്നുകൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മസാല തിളച്ച് ചെറുതായിട്ട് കുറുകി വന്നു തുടങ്ങിയിട്ടുണ്ട്. സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയും ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കാം. കറിയും അതുപോലെ നമ്മുടെ മുട്ടയും ക്യാപ്സിക്കവും ഒക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് വരട്ടെ. ഇതിലേക്ക് അവസാനമായിട്ട് നമുക്ക് കുറച്ച് ഫ്രഷ് ക്രീം കൂടി ചേർത്ത് കൊടുക്കണം. കയ്യിൽ ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ കുറച്ച് കട്ടിയുള്ള പാല് ചേർത്താലും മതി. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ഫ്ലേവറിന് വേണ്ടി കുറച്ച് കസൂരി മേത്തി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ എഗ് ടിക്ക മസാല റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു.